ചാനൽ വ്യൂസൊന്നും വരുന്നില്ല, ഡെഡായി പോയി എന്ന് പരാതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 100% വർക്കാവുന്ന 3 ട്രിക്സാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും ജെന്യുയിനായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഇതെൻ്റെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് പറയുന്നില്ല. 100% നിങ്ങൾക്ക് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഓൾറെഡി പല ചാനലുകളിലും ചെയ്ത് സക്സസ് ആയ എൻ്റെ ഒരു പ്രോ ടിപ്പ് എന്ന് തന്നെ പറയാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ മൂന്നാമത്തെ കാര്യം, ലാസ്റ്റ് പറയുന്ന മൂന്നാമത്തെ കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവും. അതുമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ വേറെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ആ കാര്യം? നമ്മൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ എൻ്റെ ഗ്രൂപ്പിൽ കുറേ ആളുകൾക്ക് 500-ൽ നിന്ന് 3000-ഉം 25,000-ഉം 16,000 ഒക്കെ വ്യൂസ് കിട്ടി. വളരെ ചെറിയ സമയം കൊണ്ട് 3-4 ദിവസം കൊണ്ടാണ്. അവർ പോയി ഞെട്ടിപ്പോയി. നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ചെയ്ത കാര്യം ഇതാണ്, അവരുടെ തമ്പനെയിലിൻ്റെ ഡിസൈനും എഴുത്തുകളും മൊത്തത്തിലൊന്ന് മാറ്റി കൊടുത്തു. പുതിയ വീഡിയോ ഇറക്കുമ്പോൾ തമ്പനെയിൽ സെപ്പറേറ്റ് ആയിട്ട് നല്ല ഡിസൈനിൽ ചെയ്തിട്ടു. അപ്പോൾ അതോടുകൂടി വീഡിയോ അങ്ങ് കയറി വൈറലായി എന്ന് തന്നെ പറയാം. ഇതിനുള്ള പ്രൂഫ് അവർ തന്നെ പറയുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത വരും. അപ്പോൾ ഇതുതന്നെയാണ് ഈ ടിപ്സ് നമ്പർ 1. അതായത് നിങ്ങളുടെ നിലവിലുള്ള വീഡിയോൻ്റെ തമ്പനെയിൽ ചേഞ്ച് ചെയ്യുക. തമ്പനെയിൽ ഭയങ്കര ഡിസൈൻ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. തമ്പനെയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് അതിൽ എന്ത് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ എഴുതുന്നതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരാകാംക്ഷ നിലനിർത്തുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം എൻ്റെ മീൻ കറി എന്ന് പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. പക്ഷേ അതിലെന്തെങ്കിലും കൂടി ആഡാക്കിയിട്ട് എന്ത് ചെയ്യുക, ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് അവിടെ കൊണ്ടുവന്നാൽ സക്സസ് ആവും. തമ്പനെയിൽ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി. ഈ സംഭവം ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ നിലവിൽ ഒരു 4-5 പേർക്ക് ഹൈ ലെവലിലുള്ള സക്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള 3-4 പേർക്ക് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഈ ആഴ്ചകളിൽ നല്ല പോലെ സക്സസ് ആയിട്ടുണ്ട്. 100%. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ സക്സസ് ആയ ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തമ്പനെയിലുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിച്ച് അതിലെ ഡിസൈൻസ് മാറ്റം വരുത്തിയ സമയത്താണ് ഇവർക്ക് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. ഇനി തമ്പനെയിലിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 70% നമ്മുടെ വീഡിയോന് ആളുകളിലേക്ക് എത്തിച്ച് ആളുകൾ കാണുന്നത് തമ്പനെയിൽ മൂലമാണ്. അതുകൊണ്ട് 70% തമ്പനെയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനി അടുത്തത് എന്താണ്? ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കിൻ്റെ പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അത് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരാൾ എന്തോ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ. അതുപോലെ 2-3 വീഡിയോസ് ഞാൻ കണ്ടു. പക്ഷേ പ്രശ്നം എന്താ പറയുക, ഇത് കോമൺ ആണ്, എല്ലാവരും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് നിങ്ങൾ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ, എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകും. ഈ ഐഡിയ ആക്ച്വലി ആളുകൾക്ക് അത്ര ആവശ്യമുള്ളതൊന്നും അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടാലും ആരും കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് മറികടക്കുക? അതുപോലെ എൻ്റെ ചാനൽ എനിക്ക് താല്പര്യപ്പെടുന്ന വിഷയങ്ങൾ ചെയ്യണമെന്നായിരിക്കും പലർക്കും താല്പര്യം ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് റീച്ചായിട്ട് ഒരു 3000-4000 സബ്ബൊക്കെ അയക്കേണ്ടത്, 5000 സബ്ബൊക്കെ അയക്കേണ്ടത്, നിങ്ങൾ അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് സ്വന്തം നിലപാടുകളും സ്വന്തം വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്ത് വേണമെങ്കിൽ ചെയ്യുന്ന ഒരു രൂപത്തിലെത്തിക്കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഉള്ള സ്റ്റേജിലുള്ളവർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നേരെ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ടൈപ്പ് ചെയ്തിട്ട് അതിൽ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള റീസെൻ്റായിട്ട് ഒരു മാസത്തിനിടയ്ക്ക് വ്യൂസ് വന്നിട്ടുള്ള ചാനലുകൾ നോക്കുക. അതും ഒരു ഹൈ ലെവൽ 1 മില്യൺ സബ് ലെവലിൽ എടുക്കാതെ ഒരു 10,000, 20,000, 30,000 ഒക്കെയുള്ള ആളുകളുടെ ടോപ്പിക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതി. നമ്മൾ ചെയ്യേണ്ടത് ഈ ടോപ്പിക്ക് കണ്ടുപിടിക്കുക, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ടോപ്പിക്ക് വൈറലാവുമോ അല്ലെങ്കിൽ അത് ആരെങ്കിലും കാണുമോ. മുന്നേ ഒരുപാട് ആൾക്കാർ ചെയ്ത് പരാജയപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ടോപ്പിക്ക് ഫെയിലാവും, മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ജസ്റ്റ് പാരൻറ്റിങ് അടിക്കാം. പാരൻറ്റിങ് എപ്പോഴും ചിക്കൻ ബിരിയാണി എന്നൊക്കെ ഞാൻ പറയുന്നതുകൊണ്ടാണ് പാരൻറ്റിങ് ആക്കിയിട്ടാ. പാരൻറ്റിങ് ടിപ്സ് മലയാളം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് പാരൻറ്റിങ് ടിപ്സ് മലയാളം. അപ്പോൾ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ്, തമിഴ് വന്നത്, മലയാളം എടുക്കുക, ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഇവിടെ വരും കണ്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമ്മളിവിടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇവിടെ ഫിൽറ്റേഴ്സ് ഉണ്ടാവും. ഫിൽറ്റേഴ്സ് എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക,
നമുക്ക് ഏത് സമയത്തുള്ളതാണ്. ഇപ്പം ഞാൻ പറയുന്നത് ദിസ് മന്ത്, ഈ മാസം ഉള്ള ടോപ്പിക് എടുക്കുക, അല്ലെങ്കിൽ ഈ വർഷം എടുക്കുക. ദിസ് മന്ത് തൽക്കാലം കൊടുക്കുക. അപ്പോൾ ദിസ് മന്ത് കൊടുക്കുമ്പം ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 8 പാരൻറ്റിങ് മിസ്റ്റേക്ക് എവരി പാരൻറ്റ് മേക്ക്. എത്ര വ്യൂസ് നോക്ക്, 1,74,000 വ്യൂസ് ഉണ്ട് അതിന്. അപ്പോൾ ഈ ചാനലിൽ, പക്ഷേ ഈ ചാനലിലെ വ്യൂസ് കൂടി സബ് കൂടി നോക്കണം. വലിയ ചാനലാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. 55,700 സബ്ബുള്ള ചാനലാണ്, കുഴപ്പമില്ല, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിന് 53,000 വന്നിട്ടുണ്ട്, മാതാപിതാക്കളോടും മക്കളോടും. അപ്പോൾ ഇതേപോലെ ഇതിപ്പം 53,000 വ്യൂസ് വന്നു. അവർ സ്ക്രോൾ ചെയ്ത് നോക്കുക, നിങ്ങൾ കുട്ടി ഇങ്ങനെ ആകണം. അപ്പോൾ അതിന് 135 വ്യൂസ് വന്നിട്ട്. അപ്പോൾ നമുക്ക് വ്യൂസ് കൂടുതലുള്ളതാണ് വേണ്ടത്, ചെറിയ വ്യൂസുള്ള കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വ്യൂസ് കൗണ്ട് കൂടി കൊടുത്ത് സോർട്ട് ചെയ്യാം. ഇതാ നല്ല പോലെ വ്യൂസ് കൗണ്ടുള്ള മക്കൾ നന്നാവാൻ ആദ്യം 8 കാര്യം നന്നാവണം. അത് നേരത്തെ നമ്മൾ നോക്കിയാണ്. ഉമ്മമാർക്ക് കേട്ടിരിക്കേണ്ട ഒരു അടിപൊളി ക്ലാസ്, ഇതിന് 61,000 വ്യൂസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി എന്താണെന്നറിയോ, ഇതിൽ നിന്ന് നമുക്ക് നല്ല ടോപ്പിക്കുകൾ, ഇപ്പം ഇതുണ്ട് ക്ലോത്ത് ഡയപ്പർ 7,600. അപ്പോൾ ഇതുപോലെ നല്ല ടോപ്പിക്കുകളെ എടുത്ത് കണ്ടുവെക്കുക. ഒരു 5, 6, 10 ടോപ്പിക് കണ്ടുവച്ചിട്ട് ആ ടോപ്പിക്ക്, അവർ പറയുന്ന ടോപ്പിക്ക് തന്നെ നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയാൽ അത്രയും നല്ല. അപ്പം നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കുക. അപ്പം നമ്മുടേതായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ, തമ്പനയിൽ നന്നായി അടിപൊളിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് കയറേണ്ടതാണ്. പിന്നെ നല്ല വ്യൂസ് വരേണ്ടതാണ്. ഇനി പാരൻറ്റിങ് ടിപ്പ് മാത്രമല്ല, ഇപ്പം കുക്കിംഗ്, മലയാളം ആയാലും കുക്കിംഗ്, ബിരിയാണി കുക്കിംഗ് അടിച്ചാലും, കുക്കിംഗ് ബിരിയാണി മലയാളം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പിന്നെ കുറേ കാണാൻ പറ്റും. ഇത് നല്ലപോലെ റീച്ച് കിട്ടുന്നത്. അതിപ്പോൾ മൂപ്പരുടെ വീഡിയോ കേട്ടോ, ഞാനെപ്പോൾ നോക്കിയാലും ആദ്യം കാണുന്നത് ഇയാളുടെ വീഡിയോ ആണ്. ഇപ്പം അപ്ലോഡ് വ്യൂ കൗണ്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ദിസ് മന്തും നോക്കാം. അപ്പോൾ ദിസ് മന്ത് അത് നോക്കുന്ന സമയത്ത് ഈ മാസം ഇത് വരും, രഹനയുടെ നിലാദിയോ ഗുരുത്, ഓഫ് ടോപ്പിക്കും വരും ചിലതൊക്കെ. അപ്പോൾ ഈ മാസം എന്തായാലും കുക്കിങ്ങിൻ്റെ ബിരിയാണി വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളാരെങ്കിലും ബിരിയാണീൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ വലിയ ഒരു റീച്ച് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം ആൾക്കാർ അതൊന്നും സീരിയസ് ആയിട്ട് അങ്ങനെ വാച്ച് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ കീവേഡ്സ് അടിച്ചു കൊടുക്കുക. നിങ്ങൾ എന്ത് ടോപ്പിക്കാണോ ചെയ്യുന്നത്, അവർ പിന്നെ പല പല ടോപ്പിക്കുകൾ അടിച്ചു നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ ഇപ്പം സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ലേഡി സൈക്കോളജി എന്ന്, ഇപ്പം എങ്ങനെ പറയാൻ എനിക്കറിയില്ല, എന്നാലും ഞാൻ എൻ്റെ ഇതിൽ പറയാണ്, ലേഡി സൈക്കോളജി മലയാളം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ലേഡി സൈക്കോളജി മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതും അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നോക്കാം. വ്യൂ കൗണ്ട്, അതുപോലെ തന്നെ ദിസ് മന്ത് അല്ലെങ്കിൽ ദിസ് ഇയർ നോക്കുക. ദിസ് മന്ത് ഇയർ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ സംഭവം കത്തി കയറും എന്നൊക്കെ തോന്നുന്ന ചില ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്, ഇതാണ് സ്ത്രീകളുടെ വീക്ക്നെസ്. ഇവർക്ക് എല്ലാത്തിനും 46K ഒക്കെ വന്നിട്ടുണ്ട്, 46, 63K. അത് നല്ല ടോപ്പിക്കായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിന് 33,000. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ചാനൽ നോക്കിയിട്ട് ഓരോ വീഡിയോ നോക്കിയിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് തീരുമാനിക്കുക നമുക്ക് പിന്നെ ഈ ടോപ്പിക്ക് ചെയ്താലോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു 10 വീഡിയോ ചെയ്താലും 3-4 വീഡിയോ എങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഒരു ചാനൽ ഒരു റീച്ചിലേക്ക് എത്താൻ പറ്റും. അത്യാവശ്യം കുറച്ചൊന്ന് റീച്ച് ആവുന്ന വരെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക്ക് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു. ഈ ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ആ ടോപ്പിക്ക് ഒരു 10-12 എണ്ണം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വീഡിയോസ് എടുത്ത് വെക്കുക. 12ഓളം വീഡിയോസ് അല്ലെങ്കിൽ 10ഓളം വീഡിയോസ് എടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 ദിവസത്തെ ഗ്യാപ്പിൽ കൃത്യമായ സമയത്ത് അപ്ലോഡ് ചെയ്യുക. കൃത്യമായ സമയം എന്ന് പറഞ്ഞാൽ രാത്രി 7 മണിക്കാണെങ്കിൽ 7 മണിക്ക്, 8 മണിക്കാണെങ്കിൽ 8 മണിക്ക്, 9 മണിക്കാണെങ്കിൽ 9 മണിക്ക്. ചെറിയൊരു സർവേ നടത്തിയപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ഇപ്പോൾ ആളുകൾ കാണുന്നത് ഉച്ചക്കും കാണാറുണ്ടെന്നാണ് പല ലേഡീസും പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം നിങ്ങളുടെ ടൈം. പക്ഷേ നിങ്ങളിടുന്ന സമയം കറക്റ്റ് എടുക്കണം. ഈ പറഞ്ഞ വീഡിയോസ് 10 എണ്ണം നിങ്ങൾ കറക്റ്റ്
കറക്റ്റായിട്ട് ഈ ഇടവേളകൾ വെച്ച് കറക്റ്റ് കൃത്യമായിട്ട് ഒരു പോയിൻ്റ് അങ്ങോട്ടോട്ട് മാറാതെ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ നോക്ക്. എന്നിട്ടും തമ്പനയിൽ ശരിയാക്കി ടൈറ്റിൽ കൂടി ഞങ്ങൾക്ക് പറയാണ്ട് ടൈറ്റിലും കൂടി നല്ല അട്രാക്റ്റീവായ ടൈറ്റിൽ ഇടാം. ഇത്രയും ചെയ്തിട്ട് ഈ 10 വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളുടെ വീഡിയോ ചാനലിൽ കയറി പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസിന് വ്യൂസ് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ വേറെ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചാനൽ തീരെ അനങ്ങുന്നില്ല അല്ലെങ്കിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകുന്നില്ല, ആ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണോ എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാം. ചാനൽ ചെക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ കമ്പനിയിലെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അന്നേരം പറഞ്ഞുതരാം. അപ്പോൾ ചെക്കിങ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ തന്നെ കുറച്ച് AI ഒക്കെ വെച്ചുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് മറ്റൊരു ഡേറ്റ